ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവബഹുലമായൊരു ദിവസമായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. വീക്കെൻഡിൽ ഉറപ്പാണ് വിജയ് സേതുപതി നമ്മുടെ പാറുവിനായിക്കോട്ടെ കമറുദ്ദീനായിക്കോട്ടെ എടുത്ത് കുടഞ്ഞിരിക്കും. അതിനുള്ളത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ജോഗിങ്ങിൽ കൂടി അവർ സംസാരിച്ചുകൊണ്ട് മൈക്കിടാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമിത് കാണുകയും അമിത് അവരോട് മൈക്ക് എടുത്തിടാൻ പറയുകയും ഒരൊറ്റയ്ക്കാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾ മൈക്ക് ധരിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും കൂടെയാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾ മൈക്ക് ധരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടപ്പം അമിത്തിനല്ല വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ല. അതായത് ചായ പോയതിലായിക്കോട്ടെ, കാപ്പി പോയതിലായിക്കോട്ടെ, മുട്ട പോയതിലായിക്കോട്ടെ, ഇവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ല. അതുകൊണ്ട് ഇവർക്കൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ മുഖേന ലിവിംഗ് ഏരിയയിലിരുത്തി കമറുദ്ദീനും പാറുവിനും ശിക്ഷ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കുക ഈ ആഴ്ച, അല്ലെങ്കിൽ അമിത്തിൻ്റെ ക്യാപ്റ്റൻസി വരെ മിണ്ടാണ്ടിരിക്കുക. രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് ആരും ഇവരോട് രണ്ടുപേരോടും മിണ്ടാതിരിക്കുക. രണ്ടാമത്തെ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ആദ്യത്തെ കാര്യത്തിൽ സൂപ്പറായിരുന്നു. ഇവൻ നമ്മുടെ വിക്രം ആയിക്കോട്ടെ, സാന്ദ്ര പറയുന്നത് പോലെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കാതെ പാട്ടുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ഒരു പ്ലേ സഹിതമൊക്കെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായേനെ. പിന്നെ കുറച്ചും കൂടെ ബിഗ് ബോസ് ഒന്ന് അലിഞ്ഞ് ഇവർക്ക് പാലായിക്കോട്ടെ, ചായ ആയിക്കോട്ടെ, കാപ്പി ആയിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ കൊടുത്തേനെ എന്നുള്ളൊരു സിറ്റുവേഷൻ പറയുന്നുണ്ട് സാന്ദ്രയും വിക്രവും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആയിരുന്നു, പക്ഷേ വേറെ ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചേയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് മിണ്ടാതിരിക്കുന്നതൊക്കെ ഇവിടുത്തെ വലിയ ടാസ്ക്കാണ് എന്ന്. ഇതേപോലെ തന്നെയാണ് പാറു ആയിക്കോട്ടെ കമറുദ്ദീൻ ആയിക്കോട്ടെ പറഞ്ഞത്, ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനൊന്നും ആവില്ല, നിങ്ങൾ എന്തെങ്കിലും ജോലി ഇതാ ഞങ്ങൾ അത് ചെയ്തോളാം. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഈ ആഴ്ച മൊത്തം വീട് നിങ്ങൾ ക്ലീൻ ചെയ്ത് തരണമെന്ന്. അതിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യിപ്പിക്കണം, അല്ലാതെ ഇവർക്ക് സാധകമാണോ ഇവർക്ക് സൗകര്യമുള്ളതാണോ എന്ന് നോക്കിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇവരിത് ചർച്ച ചെയ്യാൻ പോയിട്ട് ഒത്തിരി സമയം എടുക്കുകയാണ്. അപ്പോൾ സഹി കെട്ടിട്ട് അമിത് പറയുന്നുണ്ട് ഞാനിനി വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ, മുട്ട വരുന്നത് വരെ, ചായ വരുന്നത് വരെ, കാപ്പി വരുന്നത് വരെ എന്ന്. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല, തെറ്റ് ചെയ്തവർ അവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കുറച്ച് പേര് അവിടെ ഉറങ്ങി സമരം നടത്തുന്നു. അമിത് ഈ കാര്യം കൂടെ പറഞ്ഞപ്പോഴേക്കും പാറു പറഞ്ഞു ഓക്കെ ഞങ്ങൾ ക്ലീനിങ് ചെയ്തോളാം, നിങ്ങൾ തരുന്ന പണിഷ്മെൻറ്റ് ഞങ്ങൾ ചെയ്തോളാം, അല്ലാതെ താങ്കൾ ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അമിത് പറയുന്നുണ്ട് ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അന്ന് പിന്മാറാം, നിങ്ങൾ ആരും കണ്ടസ്റ്റൻ്റ് ആരും പിന്നെ ഉറങ്ങി സമരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അമിത് എന്ന ക്യാപ്റ്റനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. പുള്ളിക്കാരൻ ചൂടാവുന്നില്ല, എല്ലാം ഭയങ്കര പ്ലീസിങ് ആയിട്ടാണ് പറയുന്നത്. അത് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. കാര്യം ഒരാളോട് പല പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് അമിത്തിനോട് സഹതാപം തോന്നും, ബാക്കിയുള്ളവരോട് ദേഷ്യം തോന്നും. ശരിക്കും പറഞ്ഞാൽ ആ ക്യാപ്റ്റൻസി, ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അതാണ്. അതെനിക്ക് അമിത്തിൽ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇന്നത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തെ കേസായിരുന്നു നമ്മുടെ ആതിര FJ ഇഷ്യൂ ആണ്. അത്രയും സെൻസിറ്റീവായ, പുറത്ത് സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണ്. അതത്ര ലാഘവത്തോടെ ജഡ്ജസ് കൊണ്ടുപോയതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. അതിലേക്ക് വരാം. അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് ആതിരേനെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയിൽ ആതിര ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അത്ര അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവർ നന്നായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആതിര ആയിക്കോട്ടെ അറോറ ആയിക്കോട്ടെ, അറോറയാണ് ആതിരേൻ്റെ വക്കീൽ എന്ന് പറയുന്നത്. നമ്മുടെ FJൻ്റെ വക്കീൽ എന്ന് പറയുന്നത് നമ്മുടെ വിക്രം. പുള്ളിക്കാരൻ ക്രൂക്കഡാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവരിതൊക്കെ കാണുന്നുണ്ട്, ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FJക്ക് തട്ട് കിട്ടാതിരിക്കാൻ വിക്രം ഇറക്കിയ പ്ലാനാണ് ആതിര ആദ്യം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നീ സംസാരിക്കുക, FJ സംസാരിക്കുക, എന്നിട്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കുറ്റം ഏറ്റെടുത്തു എന്ന് പറയുക. അപ്പോൾ ഇവർക്ക് സാക്ഷികളെ വിസ്തരിക്കാൻ പറ്റില്ല എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രില്യൻ പ്ലാൻ ആയിരുന്നു എന്ന് ഞാൻ പറയും. കാര്യം FJക്ക് അധികം തട്ട് കിട്ടാതെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത പ്ലാൻ. പക്ഷേ ജഡ്ജ് എന്ന നിലയിൽ അമിത് ചെയ്തത് ഏറ്റവും വലിയ പൊട്ടത്തരം അല്ലെങ്കിൽ മണ്ടത്തരമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കേസ് എടുക്കുക, ഒരാളെ കൊന്നു, അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അതുപോലെ ഈ കേസിൽ FJ ചെയ്ത കുറ്റങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കണ്ടേ? ഇതെല്ലാം ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിൽ ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കോടതിയിൽ, അത് ചെയ്തില്ല. സോ അതാണ് ഞാൻ പറയുന്നത്, അമിത് അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ഈവൻ സുഭിക്ഷയായിരുന്നു രണ്ടാമതുണ്ടായിരുന്ന ജഡ്ജ്, പുള്ളിക്കാരിക്ക് ഒരു വോയിസ് ഇല്ലാതായി മാറിപ്പോയി എന്ന് ഞാൻ പറയും. മേ ബി അവിടെ വിക്രം ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതാണ് ഞാൻ പറയുന്നത്, സുഭിക്ഷയുടെ ഗെയിം ഓരോ ദിവസവും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെ FJ തോറ്റ കേസ് വിജയിച്ചതുപോലെയാണ് വിക്രവും FJയും പുറത്തേക്ക് നടന്നിറങ്ങിയത്. എന്നിരുന്നാലും ആതിര പറയേണ്ട കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഓരോ സിറ്റുവേഷനും, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നീ എങ്ങനെയായിരുന്നു, ഞാൻ പുറത്ത് പോയതിന് ശേഷം എന്നെക്കുറിച്ച് നീ ആരോടൊക്കെ സംസാരിച്ചു, അത് വെൽ ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാവരുടെ മുന്നിലും പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. പക്ഷേ എവിടെയാണ് പിഴച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ മുന്നിലാണ് എന്ന് ഞാൻ പറയും. അതിനുശേഷം FJക്ക് കറക്റ്റായിട്ട് മനസ്സിലായി FJൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെന്ന്. അപ്പോൾ FJ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിരയായിട്ട് സംസാരിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ആതിര ആ വലയിൽ വീഴാനും ശ്രമിക്കുന്നുണ്ട്.
ഈവൻ അറോറയ്ക്ക് ഒരു തേങ്ങ അറിയത്തില്ല. എന്നിട്ട് അറോറ പറയുകയാണ് ഇപ്പോൾ ക്ഷമിച്ചുകൂടെ, നിങ്ങൾക്ക് ഇനി കണ്ടസ്റ്റൻസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ എന്നൊക്കെ. പുറത്ത് അത്ര അനുഭവിച്ച ഒരാളോടാണ് പറയുന്നത്. എന്നിട്ട് അത് കേട്ടിരുന്നിട്ട് FJ മേത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ അങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. ഇതിനൊക്കെ അനുഭവിച്ച ഒരാൾ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം പറയുന്നുണ്ട് FJൻ്റെ ക്യാരക്ടറൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞ FJ എന്ന്. സോ അതങ്ങനെ വിട്ടുപോയിട്ടില്ല, അത് മനസ്സിൽ തന്നെ കിടപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ തന്നെ കിടന്നിട്ട് FJനോട് അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിലേക്ക് പോകാൻ പറ്റും. അല്ലാതെ ഇത് മറന്നിട്ട് FJ ആയിട്ടൊരു കമ്പനിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പുറത്തിറങ്ങുമ്പോൾ നല്ല ചീത്തപ്പേര് മേടിക്കേണ്ടതായിട്ട് വരും. ഇനി വിഹാനയെ കുറിച്ചാണ് പറയാനുള്ളത്. പുള്ളിക്കാരി പൊട്ടിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈവൻ ആതിരെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പം എന്തൊക്കെ അനുഭവിച്ചു എന്ന് കൺമുന്നിൽ കണ്ട വിഹാനയുണ്ട്. എന്നിട്ട് FJനെ സപ്പോർട്ട് ചെയ്യുക, ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുന്ന വിഹാനേനെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. എന്ത് കഷ്ടമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതിനുശേഷം മൂന്നാമത്തെ കേസായിരുന്നു പാറുവും FJയും തമ്മിലുള്ളതായിരുന്നു. എന്താണ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാറു ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ലവ് ഫാക്ടറാണ് FJ നോക്കുന്നത്, പുള്ളിക്കാരിൻ്റെ എഫേർട്ട് അധികമായിട്ട് കാണുന്നില്ല എന്നുള്ളതായിരുന്നു. ഈവൻ സ്കൂൾ ടാസ്കിലൊക്കെ അമിത്തും പാറുവും തമ്മിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു കോടതി ടാസ്ക് ആയിരുന്നു മൂന്നാമത്തേത് എന്ന് പറയേണ്ടതായിട്ട് വരും. നല്ല ടാസ്ക് ആയിരുന്നു. ഈവൻ രണ്ടുപേരുടെ വക്കീലിൻ്റെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഈവൻ ജഡ്ജസ് സൂപ്പറായിരുന്നു. നല്ല രീതിയിൽ ഫണ്ണായിട്ടും എന്നാൽ കുറച്ച് സീരിയസ്നെസ്സോടു കൂടിയും ചെയ്ത ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ നമ്മുടെ ജഡ്ജസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. FJ ആണ് കുറ്റവാളിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. പാറുവിനോട് പറഞ്ഞ് സോറി പോലെയല്ല അമിത്തിനോട് പറഞ്ഞ് സോറി എന്നത്. സോ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ വിക്രം മെനഞ്ഞ സ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. ഈവൻ സാക്ഷികളൊക്കെ കൊണ്ടുവരുമ്പോൾ കറക്റ്റ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നന്നായി വഴി തെളിച്ച് ജഡ്ജസിലേക്ക് കൊണ്ടുപോകാൻ വിക്രത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ജഡ്ജസ് ആയിക്കോട്ടെ നല്ല രീതിയിലുള്ള കൺക്ലൂഷനാണ് വരുത്തിയത്. ഈവൻ എടുത്തു പറയുന്നുണ്ട് FJ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. ആ സോറി പറഞ്ഞ കാര്യമായിക്കോട്ടെ, പിന്നെ ഡേറ്റിൻ്റെ കാര്യത്തിൽ അത് സാധാരണ ഡേറ്റാണ് എന്ന് മാറ്റി പറഞ്ഞതിൽ അറോറ പറഞ്ഞ പഞ്ച് കമൻ്റ് ആയിക്കോട്ടെ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീക്ക്ലി ടാസ്ക് വിക്രം തൂക്കി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇത് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ വേറെ വക്കീലന്മാരെ കൊണ്ടുവരിക അല്ലെങ്കിൽ വിക്രത്തിന് തന്നെ നിങ്ങൾ കപ്പെടുത്തു കൊടുക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഏത് സമയം വിക്രത്തെ വെച്ച് വാദിക്കുന്നത് എന്ന് പറയേണ്ടതായിട്ട് വരും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരുന്നു. ബൈ ബൈ.